ഉന്നത നിലവാരത്തിൽ കോടികൾ മുടക്കി പണിത റോഡ് 3 മാസം കൊണ്ട് തകർന്ന് തരിപ്പണമായെന്ന് കേട്ടാൽ ആരും ഞെട്ടും. പത്തനംതിട്ട ജണ്ടായിക്കൽ അത്തിക്കയം റോഡിന്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. 4 കോടി ചെലവിട്ട് പൂർത്തിയാക്കിയ റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ്. നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കണ്ടില്ലേ, എൻ്റെ കയ്യിലിരിക്കുന്നത് മെറ്റലാണ്. ബേബി മെറ്റൽ എന്നൊക്കെ പറയും. 3 മാസം മുൻപ് പൂർത്തിയാക്കിയ റോഡാണ്. അതിൻ്റെ അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇതൊന്ന് കാണണം. പൊതുമരാമത്ത് റോഡാണ് ഈ കാണുന്നത്. ഉന്നത നിലവാരത്തിൽ പണി പൂർത്തിയാക്കിയെന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമൊക്കെ അവകാശപ്പെട്ട റോഡാണ് ജണ്ടായിക്കൽ അത്തിക്കയം റോഡ്. പഴവങ്ങാടി നാറാണമൊഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് നീണ്ട 12 വർഷത്തിനു ശേഷമായിരുന്നു നവീകരണം നടത്തിയത്. ടാറിങ് കഴിഞ്ഞു, കരാറുകാരൻ പൊടിയും തട്ടിപ്പോയി. റോഡ് പതിയെ പൊട്ടിപ്പൊളിയാൻ തുടങ്ങി. ബൈക്ക് യാത്രികർ വീഴാൻ തുടങ്ങിയതോടെ നാട്ടുകാർക്ക് കാര്യം ബോധ്യമായി. ഇതിൻ്റെ നിർമ്മാണത്തിൽ മുഴുവനും പൂർണ്ണമായിട്ടുള്ള അപാകതകൾ നിറഞ്ഞതാണ്. യാതൊരുവിധ ക്വാളിറ്റി ടെസ്റ്റുകളും ചെയ്തിട്ടില്ല. ഇതിൻ്റെ നിർമ്മാണത്തിൽ അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. വെറ്റ് മിക്സ് മെക്കാഡം ശരിയായ രീതിയിൽ പ്ലാന്റിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുപോലെ ചേർക്കേണ്ടുന്ന മെറ്റീരിയൽസ് ശരിയായ അളവിൽ ചേർത്തിട്ടില്ല. ബിറ്റുമിൻ കണ്ടൻറ്റ് തീരെ കുറവാണെന്നാണ് മനസ്സിലാകുന്നത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PWD ഉദ്യോഗസ്ഥർ സാമ്പിൾ കളക്ട് ചെയ്ത് പോയിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല. ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം നാട്ടുകാർ പരാതി നൽകിയിരുന്നു. സ്ഥലം MLAയെയും കാര്യങ്ങൾ ബോധിപ്പിച്ചു. മന്ത്രിയുമായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവിടെ വെച്ച് ഇതിനെ ചർച്ച ചെയ്യുന്നതും നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ നമുക്കുള്ള ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. ഇപ്പോൾ ലേ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ മോശമാണെന്ന് നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ സാധനം എടുത്ത് മാറ്റി നമുക്ക് പുതിയ ചെയ്യുക. CPIM നേതാക്കൾക്ക് പോലും റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരേണ്ട അവസ്ഥയാണിപ്പോൾ. വളരെ വേഗം ചെയ്തു. അതുതന്നെ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചെയ്യുന്നതുമാണ്. നമ്മളെല്ലാം സന്തോഷത്തോടെ ഇത് കണ്ടതേ ഉള്ളൂ. BC വരെ ഇല്ല, BM വരെ ഉള്ളൂ. അപ്പോൾ അവിടെ വരെ ചെയ്തു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ബൈക്കുകൾ വീഴാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇതെല്ലാം വിരുദ്ധമായിട്ട് ഇപ്പോൾ ഇതിങ്ങ് ഒലിച്ചു പോകുന്നു. അതാണ് ഒരു സ്ഥിതി. ഇപ്പോൾ ഇത് വളരെ മോശമായ രീതിയിലാണ് ഇത് പോകുന്നത്. പരാതികൾ കൂമ്പാരമായപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ക്വാളിറ്റി വിഭാഗം പരിശോധന നടത്തിയെന്ന് നാട്ടുകാർ പറയുന്നു. ക്വാളിറ്റി അസലായതിനാൽ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ ഇതുവരെ മുകളിലേക്ക് നൽകിയിട്ടില്ല എന്നാണ് വിവരം. റോഡിന്റെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉദ്യോഗസ്ഥരുടെ പരിശോധന വേണമെന്നാണ്. അത് ഈ റോഡിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകും. സച്ചിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. ദിനംപ്രതി പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യം. ആ പരാതികൾ പെരുകിയതോടുകൂടി അവിടെ പൊതുമരാമത്ത് വകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ തുടർ നടപടികളൊന്നും തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ പേരിൽ നടന്ന അഴിമതി മറനീക്കി പുറത്തു കൊണ്ടുവരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നാട്ടുകാർക്ക് പറയാനുള്ളത് കേൾക്കാം. ഞങ്ങൾ ലാസ്റ്റ് ഒരു 3 മാസമായിട്ട് ഇതിൻ്റെ പുറകെയാണ്. ഓരോ ആൾക്കാരെ കണ്ടിട്ട് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പക്ഷേ ഒന്നും എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല. സോ നമുക്കിതിനൊരു സൊല്യൂഷൻ വേണം, ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണം. കാര്യം ഇത്രയും 4 കോടി രൂപ മുടക്കി നമ്മൾ റോഡ് ചെയ്തിട്ട് ഒരു 3 മാസം കൊണ്ട് ഇത്ര ഇളകി പോവുകയാണ്. സോ അതിന് നമുക്കൊരു സൊല്യൂഷൻ വേണം. എന്തോ അഴിമതി, നല്ല രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ റോഡിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവർക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെയൊക്കെ അഴിമതിയുണ്ട്. അപ്പോൾ ആ അഴിമതി കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും രണ്ടാമത് റീവർക്ക് ചെയ്യണം, എന്നാലേ ഇത് ശരിയാവുകയുള്ളൂ. റോഡ് പണിയുമ്പോൾ ഒരു PWD എഞ്ചിനീയറോ ഒരു സൂപ്പർവൈസറോ ആരും തന്നെ ഇതിൽ മേൽനോട്ടത്തിലില്ലായിരുന്നു.
അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെന്താ കുഴപ്പം, നിങ്ങൾ പണി നോക്കെന്ന് പറഞ്ഞിട്ട് അവർ പോയത്. 3 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ തുറന്നു വിട് റിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിങ്ങനെ ഓടിച്ചെടുക്കാം. എഞ്ചിനീയറിംഗ് ശരിക്കും വർക്ക് ഇതിനകത്ത് നടന്നിട്ടില്ല. അതിനെന്ന് വെച്ചാൽ നല്ലൊരു ക്വാളിറ്റിയുള്ള എഞ്ചിനീയർമാരായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഇതിപ്പോൾ 4 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 4 കിലോമീറ്റർ നീളത്തിൽ BMBC ചെയ്തിട്ട് ബാക്കി മെയിൻ്റനൻസ് ചെയ്തിരുന്നെങ്കിലും ഈ റോഡ് വൃത്തിയായിട്ട് കിടന്നേനെ. ഈ വേവർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ വിരിക്കുന്ന സാധനം, ടാർ വിരിക്കുന്ന വേവർ എന്ന് പറഞ്ഞ സാധനം, അത് ഫുള്ള് ഇങ്ങനെ വിരിച്ച് വെച്ചാണ് ഇവർ ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ ഒരിക്കലും നടുക്ക് തിക്നെസ് വരത്തില്ല. അത് ഹാഫ് ചെയ്ത് ഹാഫ് അപ്പുറത്ത് ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. ഫുള്ള് ചെയ്യുന്ന ഹൈവേക്കൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവർ ഫുള്ള് വിരിച്ച് വെച്ച് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ നടുക്കൊന്നും സാധനമില്ല, മെറ്റീരിയലില്ല.